ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്ബയസ് അവതരിപ്പിക്കുന്ന വിശുദ്ധ റമളാൻ, വിശുദ്ധ ഖുർആൻ. യസ്ബയസ് റമളാൻ ക്യാമ്പയിൻ. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാധരണീയരായ പണ്ഡിതന്മാര്, ബഹുമാനപ്പെട്ട MLA അവറുകൾ, പ്രാസ്ഥാനിക നേതാക്കന്മാര്, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബഹുമുഖ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളെ, ഈ സദസ്സിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇന്നലെ ഉണർത്തിയതുപോലെ കണ്ണൂരിലും കോഴിക്കോട്ടും എറണാകുളത്തും അവസാനം മലപ്പുറത്തുമായി നാം പറഞ്ഞു പരിചയപ്പെടുത്തുന്ന അല്ലാഹുവിന്റെ അടിമകളുടെ ഗുണങ്ങൾ, ഇബാദുർ റഹ്മാൻ 12 ഗുണങ്ങൾ, ഒരു ഡസൻ ഗുണങ്ങൾ ഒത്തിണങ്ങിയവരാണ് അല്ലാഹുവിന്റെ അടിമകൾ. അവർക്കാണ് സ്വർഗപ്രവേശം എന്ന് തറപ്പിച്ച് പറയാൻ പോവുകയാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന ഭാഗം മുതൽ ആരംഭിച്ച് ആർക്കൊക്കെയാണ്
അള്ളാഹുവിന്റെ അടിമകൾ എന്ന ആ പ്രത്യേക വിഭാഗത്തിൽ അഡ്മിഷൻ ഉള്ളതെന്ന് പരിചയപ്പെടുത്തി. ഇന്നലെ നമ്മൾ പറഞ്ഞത് 12ാമത്തെ ഗുണമാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാം ഒറ്റനോട്ടത്തിൽ ഒന്ന് എണ്ണി, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വാങ്ങുകയും കേൾക്കുകയും പഠിക്കുകയും വേണമെന്ന് കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇനി ഈ 12 ഗുണങ്ങൾ ഒത്തിണങ്ങിയ മനുഷ്യന്മാർ, അവർക്കാണ് എല്ലാ ഗുണനിലവാരവും ഒത്തിണങ്ങിയവർ എന്ന് പറയാം. സൂറത്തുൽ ഇൻസാൻ ഇന്നിവിടെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെട്ടു. ആ സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കാണാം, ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കഫൂറ. കർപ്പൂരം ചേരുവയായി ചേർത്ത സ്വർഗീയ ആരാമങ്ങളിലെ നദികളിൽ നിന്ന് പാനം ചെയ്യുന്ന ചില ഗുണമൊത്ത മനുഷ്യന്മാരുണ്ട്. ആ ഗുണമൊത്തവർ എന്ന് വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ അടിമകളെയാണ്. കാരണം ആ ശബ്ദം കഴിഞ്ഞ് തൊട്ടടുത്ത ശബ്ദം ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തസ്ലീറ എന്നതാണ്. അപ്പൊ ആ അള്ളാഹുവിന്റെ അടിമകൾ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞവ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ ഈ ടൈറ്റലിൽ പരിചയപ്പെടുത്തപ്പെട്ട ആളുകൾക്ക് വേണ്ട 12 ഗുണങ്ങളുള്ളവർ എന്നതാണ് അൽ അബ്റാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ 12 ഗുണങ്ങളുള്ളവർ സ്വർഗത്തിലാണ്. അത് 12 ഗുണങ്ങൾ എണ്ണി ഇന്നവർക്ക് സ്വർഗപ്രഖ്യാപനം നടത്തുകയാണ്. അല്ലാഹു പറയുന്നു, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറൂ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസ്സലാമ. തീർച്ചയായും ആ വിഭാഗം അഥവാ അല്ലദീന യംശൂന അലൽ അർളി ഹൗന തൊട്ട് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നതുവരെയുള്ള ഈ 12 ഗുണങ്ങൾ ഒത്തിണങ്ങിയ ആ നല്ല മനുഷ്യന്മാർ, ഇതുവരെ എണ്ണിയ ആ വിശേഷണങ്ങളെല്ലാം ജീവിതത്തിൽ സ്വാംശീകരിക്കപ്പെട്ട ഈ വിഭാഗം യുജ്സൗനൽ ഗുർഫ, സ്വർഗത്തിലെ അത്യുന്നത മണിമാളികകൾ അവർക്ക് പ്രതിഫലമായി നൽകപ്പെടുന്നതാണ്. യുജ്സൗനൽ ഗുർഫ ബിമാ സബറൂ. അങ്ങനെ നൽകപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വെറുതെ കയ്യും കെട്ടി ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നോക്കി നിന്നതുകൊണ്ടല്ല, സമയം കൊന്ന് ജീവിച്ചതുകൊണ്ടല്ല, മറിച്ച് ബിമാ സബറു, അവർ ധാരാളം ക്ഷമിച്ചിട്ടുണ്ട് ആ സ്വർഗലബ്ധിക്ക് വേണ്ടി. സ്വർഗലബ്ധിക്ക് വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ഷമിച്ചതുകൊണ്ട് കിട്ടിയതാണ് അവർക്കത്. ബിമാ സബറു. 12 ഗുണങ്ങൾ ജീവിതത്തിൽ പുലർത്തി ജീവിക്കുക എന്നത് അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. നല്ലോണം കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ടതാണ്. നന്നായി ക്ഷമിച്ചെങ്കിൽ മാത്രമേ ആ 12 കാര്യങ്ങളും ജീവിതത്തിൽ ഒപ്പിച്ചു ജീവിക്കാനാവൂ എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു, ഉലൈക യുജ്സൗനൽ ഗുർഫ, അവർക്ക് നമ്മൾ സ്വർഗീയ മണിമാളികകൾ പ്രതിഫലമായി കൊടുക്കും. ബിമാ സബറൂ, അവർ ക്ഷമിച്ചു എന്ന കാരണം കൊണ്ട്. മാത്രമല്ല വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസ്സലാമാ, ആ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന അവർ അഭിവാദ്യം ചെയ്യപ്പെടും. വയുലഖൗന ഫീഹാ, അവിടെ അവരെ സ്വീകരിക്കപ്പെടും. തഹിയ്യതൻ വസ്സലാമാ, അഭിവാദ്യങ്ങളും സലാമും പറഞ്ഞ്, ചൂടുള്ള സലാമു കൊണ്ടും ചൂടുള്ള അനുമോദന വാക്കുകൾ കൊണ്ടും നിശ്ചയം സ്വർഗത്തിൽ അവർ സ്വീകരിക്കപ്പെടും. യുലഖൗന ഫീഹാ തഹിയ്യതൻ വസ്സലാമാ, ആ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ ശാശ്വതമായി കഴിഞ്ഞുകൂടുകയാണ്. ആ സ്വർഗത്തിൽ നിന്നൊരിക്കലും അവർ പുറത്താക്കപ്പെടില്ല. ആ സ്വർഗത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖാസ്വാദനങ്ങൾക്ക്
ചെറിയ ഒരു ക്ഷീണം പോലും സംഭവിക്കില്ല, അതിന്റെ ലഭ്യത നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അതിന്റെ ചാരുത നഷ്ടപ്പെടുകയില്ല. കിട്ടുന്നത് അതിന്റെ ചാരുതയോടുകൂടെ മാത്രമല്ല, ഓരോ സെക്കൻഡിലും അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖാലിദീന ഫിഹാ ഹസുനത് മുസ്തഖറൻ വ മുഖാമാ. ഖാലിദീന ഫിഹാ, ആ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞാൽ കാലാകാലം അവർ ആ സ്വർഗീയ ആസ്വാദനങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത്ര കാലമൊക്കെ കിട്ടണോ? അത് ഹസുനത്ത് മുസ്തഖറൻ വ മുഖാമ. താൽക്കാലിക കേന്ദ്രമായിട്ടും സ്ഥിരവാസ കേന്ദ്രമായിട്ടും ഇത്ര നല്ല സ്ഥലം മറ്റൊന്നുമില്ല. താൽക്കാലിക കേന്ദ്രത്തിലും സ്ഥിരവാസ കേന്ദ്രത്തിലും എത്ര മെച്ചപ്പെട്ട സ്ഥലമാണ്, എത്ര സുന്ദരമാണ് ആ സ്ഥലം. സ്വർഗം പോലെ സുന്ദരമായ ഒരു വീടുണ്ടോ? ഹസുനത്ത് മുസ്തഖറൻ വ മുഖാമ. മുസ്തഖർ, മുഖാം. ഞാനതിനി കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം ഇതിന്റെ മുമ്പ് തന്നെ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ എന്ന് നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്. സ്ഥിരവാസ കേന്ദ്രങ്ങളിലും താൽക്കാലിക കേന്ദ്രങ്ങളിലും വളരെ വൃത്തികെട്ട കേന്ദ്രം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, മുസ്തഖർ എന്ന് പറഞ്ഞാൽ താൽക്കാലിക കേന്ദ്രം. ഒരു സെക്കൻഡ് നരകത്ത് കൂടാൻ പറ്റൂല. ഇന്നഹാ സാഅത്ത് മുസ്തഖറ. എന്നിട്ടല്ലേ വ മുഖാമ, കാലാകാലം നരകത്തിൽ കടന്നുകൂടുന്നത്. എന്നിട്ടല്ലേ കാലാകാലം നരകത്തിൽ ജീവിതം തള്ളുന്നത്. നടക്കില്ല. ഇതേ രൂപത്തിലാണ് നാളെ സ്വർഗത്തെക്കുറിച്ച്, നാളെ നമുക്ക് ലഭിക്കാൻ പോകുന്ന, സജ്ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറയുന്ന ഹസുനത്ത് മുസ്തഖറൻ വ മുഖാമ. ഒരു 5 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരം കിട്ടിയാൽ തന്നെ നിനക്കതൊരു വലിയ സംഭവമായി തോന്നും. അത് കാലാകാലം കിട്ടുകയാണെങ്കിലോ പറയാനില്ലല്ലോ. ഹസുനത്ത് മുസ്തഖറൻ വ മുഖാമ. അത്യാധുനിക സൗകര്യങ്ങളെല്ലാം കൂടെ മേളിച്ച് ഒരു 5 മിനിറ്റ് നേരം അതൊന്ന് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലിൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് എല്ലാ സുഖാസ്വാദനങ്ങളും ആസ്വദിച്ചു കൂടി എന്ന് പറഞ്ഞാൽ ഒരു 4 കൊല്ലത്തേക്ക് അവന്റെ ആ ഒരു തലക്കൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകൂല. ഞാൻ ഇന്ന ഹോട്ടലിൽ ഇന്ന ദിവസം ഇത്ര മണിക്കൂർ താമസിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഹസുനത്ത് മുസ്തഖറൻ, അതായാലും അത് വലിയ കാര്യമാണ്. എന്നാൽ സ്വർഗം എങ്ങനെയായിരിക്കും? ഈ ഭൂമിയിലെ ഏതേത് സൗകര്യങ്ങളോട് നിങ്ങൾ തട്ടിച്ചു നോക്കിയാലും സ്വർഗത്തിന്റെ ഒരു മൂലക്ക് പോലും വെക്കാനുള്ള വകുപ്പ് അതുണ്ടാവില്ല. ആ സ്വർഗം, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് ഹസുനത്ത് മുസ്തഖറൻ വ മുഖാമ എന്ന് പറഞ്ഞ സ്വർഗമാണ്. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ എന്ന് പറഞ്ഞപ്പോൾ നരകത്തെക്കുറിച്ച് സഗൗരവം അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, കൊടുവള്ളിയിൽ നിന്നായിരുന്നു ആ അവതരണം. സദസ്സ് അക്ഷരാർത്ഥത്തിൽ പൊട്ടിക്കരയുകയായിരുന്നു നരക വിവരണം കേട്ട്. എന്തുകൊണ്ട്? ഖുർആനിന്റെ നരക വിവരണത്തിന് കടുപ്പം വളരെ വളരെ കൂടുതലാണ്. എന്നാൽ ആ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ കേൾക്കുന്നതൊക്കെ എക്സാമ്പിളുകൾ മാത്രമാണ്. യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ പത്തി വിടർത്തിയാടുമ്പോൾ നിങ്ങൾ ഈ കേട്ടതിന്റെയും എത്രയോ അപ്പുറത്തായിരിക്കും സംഭവം. സ്വർഗവും അങ്ങനെ തന്നെയാണ്. സ്വർഗം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊന്നില്ലാത്ത ആനന്ദവും സന്തോഷവുമാണ് വരാനുള്ളത്. എന്നാൽ ആ ആനന്ദവും ആ സന്തോഷവും എന്നെയും നിങ്ങളെയും ത്രസിപ്പിക്കുമെന്നത് ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നാം ആ കേൾക്കുന്ന, നാം ആ മനസ്സിലാക്കിയ ചിത്രമാണ് സ്വർഗത്തിന്റെ ചിത്രമെന്ന് മനസ്സിലാക്കിയെങ്കിൽ അത് തെറ്റാണ്. ആമുഖമായി ഞാൻ പറയുന്നു, ഖുർആൻ പറഞ്ഞത് മസലുൽ ജന്നത്തിലെത്തി ഇദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ സാമ്പിള് മാത്രമാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയാലും സ്വർഗത്തിന്റെ പച്ചയായ ഒരു ചിത്രവും ഇങ്ങനെ ആയിരിക്കുന്നു തറപ്പിച്ചങ്ങോട്ട് പറയാൻ കഴിയൂല. മസലേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതും ഫീഹാ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു നാവും ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല. ഇങ്ങനെ പറയണമെങ്കിൽ പരിപൂർണമായി സ്വർഗത്തെ ഖുർആൻ പറയാൻ പാടില്ല.
പറഞ്ഞാൽ ഒരാവർത്തി ഖുർആനിലൂടെ അത് കേട്ടുകഴിഞ്ഞാൽ ഒരു ചെവിയും കേട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. വലാ ഉദുനും സമീഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, എത്രത്തോളം ഒരു മനുഷ്യ മനസ്സില് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹ കേദാരമാകുന്നു യഥാർത്ഥത്തിൽ സ്വർഗം. അവിടെ എത്തിയിട്ട് മാത്രം മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്ന മട്ടിൽ ചില വിവരണങ്ങൾ അല്ലാഹു നടത്തും. ആ വിവരണങ്ങളിൽ നിന്ന് തന്നെ സ്വർഗം അപാരമാണ്, ആ സ്വർഗം അവർണ്ണനീയമാണ്. നമുക്ക് ഒരിക്കലും നാം ചെയ്തതിനു മാത്രമല്ല ഈ കിട്ടുന്നത് എന്ന് നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ബന്ധപ്പെട്ടവർക്ക് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഭാര്യമക്കളുണ്ട്, അതുപോലെ തന്നെ ഉസ്താദുമാരുണ്ട്, നേതാക്കന്മാരുണ്ട്, സയ്യിദന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു ഈ സുഖലോക സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനമായും അതേക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് കുടുംബം, ആ കുടുംബം നന്നായി കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കുടുംബത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല തന്റെ കുടുംബം നന്നാവുക എന്നത് ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം, ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവ് നന്നായി കിട്ടുക, തന്റെ മക്കള് നന്നായി കിട്ടുക, അതുപോലെ തന്നെ തന്റെ ഭാര്യ നന്നായി കിട്ടുക, തന്റെ മക്കള് നന്നായി കിട്ടുക എന്നത് ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉപ്പാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിധിയാണ്. വാപ്പ നിസ്കരിച്ചില്ലെങ്കിലും മോനോട് നിസ്കരിക്കാൻ ഉപദേശിക്കുന്നത് കാണാം. വാപ്പ നിസ്കരിക്കുന്നില്ലെങ്കിലും മോൻ നിസ്കരിക്കുന്നതിൽ അഭിമാനിക്കുന്നത് കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താ? ഏതൊരാളും തന്റെ കുടുംബം നന്നാവുന്നത് ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ അയൽക്കാരൻ, അയാൾ ഏതെങ്കിലും ഒരു രംഗത്ത് ഇങ്ങനെ ഉയരാണ്, അയൽക്കാരന്റെ മോൻ ഉയരാണ്, അല്ലെങ്കിൽ അയൽക്കാരൻ ഉയരാണ്, ഇത് തീരെ സഹിക്കാൻ കഴിയൂല. സ്വന്തം മോൻ ഉയർന്നാലോ വാപ്പനേക്കാൾ ഉയരുന്നത് കൊണ്ട് വാപ്പാക്കൊരു വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. അതിൽ വാപ്പാക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങളെപ്പോഴും നാളെ സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ഒന്നിക്കാൻ പറ്റിയ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ആ സ്വർഗം അതാണ് ഇന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 12 ഗുണങ്ങളും പറഞ്ഞിട്ട് അവർക്ക് സുഖലോക സ്വർഗത്തിലെ മണിമാളികകൾ അവർക്ക് നൽകും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശദീകരിക്കുമ്പോൾ അവിടെ 2 കാര്യമാണ് ഈ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം സൂചിപ്പിച്ചത്. 2 കാര്യം സൂചിപ്പിച്ചത് കാണാം. ഈ ആയത്തിൽ 2 കാര്യം ഉൾക്കൊണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, എനിക്കും നിങ്ങൾക്കും കിട്ടാൻ പോകുന്ന ഉപകാരങ്ങൾ, നമുക്ക് കിട്ടാൻ പോകുന്ന ഉപകാരങ്ങൾ സൂചിപ്പിച്ചു. രണ്ടാമത്തേത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ആദരവിനെ കുറിച്ചും സൂചിപ്പിച്ചു. 2ഉം അവിടെ സൂചനയുണ്ട്. അല്ലാഹു തആല പറയുന്ന റഹ്മാനായ റബ്ബ് അവർക്ക് സ്വർഗീയ മണിമാളികകൾ നൽകും. അവിടെ ഒരു സെക്കൻഡ് സമയം ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ മഹാഭാഗ്യമാണ്. അത്രയും സുഖസൗകര്യങ്ങളുള്ള ആ മണിമാളികകള് അവന് കാലാകാലത്തേക്ക് വിട്ടുകൊടുക്കുമെന്ന് പടച്ച തമ്പുരാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മണിമാളിക ഏതോ ഒരു സ്ഥലത്ത് ഒരു റൂം കൊടുക്കുമെന്നോ ഒരു തട്ട് കൊടുക്കുമോ എന്നൊന്നുമല്ല, എല്ലാം കൊടുക്കും അവന്. സ്വർഗത്തിൽ മുഴുവനായി അവന് നൽകപ്പെടുകയാണ്. ഉലൈക യുജ്സൗനൽ ഗുർഫ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം, സ്വർഗാവകാശികൾക്ക് എല്ലാവർക്കും കൂടെ ഒരു തട്ട് നൽകുമെന്നല്ല ഈ പറഞ്ഞത്, മറിച്ച് ഗുർഫത്ത് എന്ന് പറഞ്ഞെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മണിമാളികകൾ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് കാണാം, സൂറത്തു സബഇന്റെ 37-ാം വചനം, വഹും ഫിൽ ഗുർഫാത്തി ആമിനൂൻ. അവർ സ്വർഗീയ മണിമാളികകളിൽ സ്വസ്ഥമായി കഴിഞ്ഞുകൂടുകയാണ്. അവർ സുരക്ഷിതരാണ്, അവർ നിർഭയരാണ്.
യാതൊരുവിധ പ്രശ്നവുമില്ല, അസ്വസ്ഥതയും അവരെ വേട്ടയാടുന്നില്ല. പൂർണ്ണമായ സമാധാനത്തോടെ സ്വർഗീയ മണിമാളികകളിൽ അവർ കഴിഞ്ഞുകൂടുന്നു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, സൂറത്ത് സുമറിന്റെ 20-ാമത്തെ ആയത്തില്, ലഹും ഖുറഫും മിൻ ഫൗഖിഹാ ഖുറഫ്, തട്ടുതട്ടുകളായിട്ട് മണിമാളികകൾ, അതിന്റെ മുകളിൽ പിന്നെയും മണിമാളികകൾ അങ്ങനെ പൊങ്ങിപ്പോവുകയാണ് സ്വർഗത്തിന്റെ അവസ്ഥ. ഇതൊക്കെ ഞാൻ സ്വർഗാവകാശികൾക്ക് കൊടുക്കാനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഉപകാരങ്ങൾ നമുക്ക് അല്ലാഹു വെച്ചു നീട്ടുന്ന ഉപകാരങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു പറഞ്ഞു, നിങ്ങളെ ആദരിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും വയുനഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ, സ്വീകരിച്ചാനയിച്ചു കൊണ്ടുപോകുന്നു. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആദരമാണ്, ഇത് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനമാണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, അവർക്ക് സലാം നൽകി സ്വീകരിക്കപ്പെടുമെന്ന് പറയുമ്പോ, സലാം പറഞ്ഞ സ്വർഗാവകാശികളെ സ്വീകരിക്കപ്പെടുമെന്ന് പറയുമ്പം ആരാണ് ഈ സലാം പറയുന്നത്? പടച്ച റബ്ബ് നേരിട്ട് സലാം പറയും, മാലാക്കമാര് സലാം പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല, സ്വർഗാവകാശികളിൽ ചിലർ മറ്റുള്ളവർക്ക് സലാം പറയും. സ്വർഗാവകാശികൾ പരസ്പരവും സലാം പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു. യുലഖൗന ഫീഹാ തഹിയ്യതൻ വസ്സലാമാ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് സലാമുണ്ട്. അല്ലാഹു തആല സൂറത്തു യാസീനിൽ പഠിപ്പിക്കുന്നു, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സൂറത്തു യാസീനിൽ അല്ലാഹു ഒരു സ്വർഗചിത്രം പറയുന്നുണ്ട്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ആ പറഞ്ഞത് സ്വർഗ ചിത്രം മൊത്തം അതിലിങ്ങനെ ഒതുക്കി വെക്കുകയാണ്. വിശദമായിട്ട് പറയുന്ന സ്വഭാവമില്ലെന്ന് നേരത്തെ പറഞ്ഞു. മൊത്തത്തിൽ എന്താണ് സ്വർഗമെന്ന് അതിന്റെ ഒരു സമഗ്ര വിവരണം അതിൽ നടക്കുന്നുണ്ട്. സൂറത്ത് യാസീൻ പ്രത്യേകിച്ചും ഖൽബുൽ ഖുർആനാണ്, അതിലത് അടങ്ങിയിരിക്കുന്നു. പക്ഷെ അങ്ങോട്ടൊന്നും കയറി വരാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. സൂറത്ത് യാസീനിന്റെ 20 CD നേരത്തെ നിങ്ങൾ കണ്ടതായിരിക്കും. അതൊക്കെ കേട്ടവരും മനസ്സിലാക്കിയവരുമായിരിക്കും. പിന്നീട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു ഇടയ്ക്കിടെ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് സലാം പറയുമെന്നാണ്. അല്ലാഹുവിനെ നമ്മൾ കാണുന്നത് നാളെ സ്വർഗത്തിൽ വെച്ചാണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, കരുണക്കടലായ തമ്പുരാനിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം, രക്ഷ, ശാന്തി വരട്ടെ എന്ന് ഇടയ്ക്കിടെ ആ സലാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഒന്നാന്തരം ഒരു ഹൂരിയോടൊപ്പം കളിച്ച് ചിരിച്ച് സല്ലപിച്ച് കഴിയുന്ന സഹോദരൻ അള്ളാഹുവിന്റെ സലാം കേൾക്കുമ്പം എല്ലാം മറന്ന്, അവനും അവളും എല്ലാം മറന്ന് അള്ളാഹുവിനെ ശ്രദ്ധിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇതൊരു മഹാഭാഗ്യമാണ്. സ്വർഗത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം നാം കാണാതെ വിശ്വസിക്കുകയും ഭയപ്പെടുകയും ചെയ്ത അള്ളാഹു. അവിടെയാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ പ്രസക്തി. നാം അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കാണാതെ ഭയപ്പെടുക. കണ്ടിട്ട് ഭയപ്പെടുന്നതിൽ അർത്ഥമില്ല. കണ്ടിട്ട് ഭയപ്പെടുന്നത് അത് താൽക്കാലികമായ നാട്യമായിരിക്കും ആ ഭയം. ഇത് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. പോലീസുകാരെ കുറിച്ചുള്ള പേടി നമുക്ക് ഇതാണ്, താൽക്കാലിക നാട്യങ്ങളിൽ ഒതുങ്ങും. പോലീസ് അവിടെ ഉണ്ടെന്ന് കണ്ടാൽ അപ്പൊ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കുകയാണ്. നേരെ ബെൽറ്റ് വലിച്ചു കുടുക്കി പോലീസിന്റെ അടുത്താണ് വിടുമ്പോഴേക്ക് ബെൽറ്റ് വിട്ടു. ഇതിലൊരർത്ഥമില്ല. അതേസമയം കാണാതെ ഭയപ്പെടാൻ കഴിയണം. ആ ആളെ ഞാൻ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ അയാൾ എന്നെ ഇങ്ങോട്ട് കാണുന്നില്ലെങ്കിലും, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കില്ല. അള്ളാഹു എപ്പോഴും ഇങ്ങോട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും കൂടുതൽ പേടിക്കപ്പെടണം. ഞാൻ ആ ആളെ കണ്ടിട്ടില്ലെങ്കിലും ഭയപ്പെടുക. ഏതു സമയത്തും ഈ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് അവനെ പോലീസിനെ ഭയമുള്ളവൻ എന്ന് പറയായിരുന്നു. മറ്റേത് പോലീസിനെ ഭയമുള്ളവൻ എന്ന് പറഞ്ഞൂടെ, പോലീസിനെ പറ്റിക്കുന്നവനെ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞത് വഖശിയ റഹ്മാന ബിൽ ഗൈബ്. അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. കാണാതെ പേടിക്കാം.
അള്ളാഹുവിനെ കാണാതെ ഭയപ്പെടുന്നതിനൊരു പ്രത്യേകതയുണ്ട്. കാണാത്ത റബ്ബിനെ ഭയപ്പെടുന്ന മുസ്ലിമീങ്ങള്, ആ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നാളെ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ റബ്ബിനെ കൺകുളിർക്ക കാണാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നതാണ്. ഇതിലും വലിയൊരു ഭാഗ്യം സ്വർഗത്തിൽ വരാനില്ല. ബാക്കിയുള്ളതൊക്കെ അതിന്റെ പിന്നാലെയാണ്. ബാക്കിയുള്ളതൊക്കെ കിട്ടാൻ പോകുന്നത് അതിന്റെ പിന്നാലെയാണ്. അള്ളാഹുവിനെ നോക്കി അങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ആനന്ദം, ആനന്ദം അലതല്ലുന്ന വല്ലാത്ത നിമിഷങ്ങളാണത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് അവസരം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മനുഷ്യന്മാര് സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ സലാം ഉണ്ടാകുന്നത്. അള്ളാഹു സലാം പറയും. ഇനി അള്ളാഹു മാത്രമല്ല, മാലാക്കമാർ സലാം പറയും. ഇന്നലെ നമ്മൾ കേട്ടു, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. മലക്കുകൾ വന്ന് സലാം പറയുമെന്ന് ഇന്നലെ പറഞ്ഞു, വിശദീകരിക്കേണ്ടതില്ല. മുഅ്മിനീങ്ങൾ പരസ്പരം സലാം പറയും. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമൻ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ഇവിടെ നാലാള് പരസ്പരം ഒത്തിരുന്നാൽ, നാലാള് സംഗമിച്ചു കഴിഞ്ഞാൽ ഒരാളെ തെറി പറയലാണ് സ്വഭാവമെങ്കിൽ, ആദരിക്കപ്പെടുന്ന വേദികളടക്കം ഇക്കോലത്തിൽ മലിനമായി പോകുന്നുണ്ടെങ്കിൽ ഇല്ല, നാളെ സ്വർഗത്തിലെത്തുമ്പോ നാലാൾ ഒത്തുകൂടി എന്നതിന്റെ പേരില് ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ല, പരിഹസിക്കില്ല, തെറിപൂരം ഒരാൾക്കെതിരെ തെറിപൂരം വിസർജിക്കുകയില്ല. മറിച്ച് അവിടെ ഉണ്ടാകുന്നത് ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമൻ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സലാമിന്റെ വചനങ്ങൾ മാത്രമേ അവിടെ കേൾക്കാൻ കഴിയൂ. പരസ്പരം സമാധാനത്തിന്റെ, ശാന്തിയുടെ, രക്ഷയുടെ വചനങ്ങൾ മാത്രമേ അവിടെ കേൾക്കാൻ കഴിയൂ. ഇതാണ് ഇതിന്റെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സലാം യുലഖൗന ഫീഹാ വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസ്സലാമാ. സലാം പറഞ്ഞും മറ്റ് അനുമോദന വാക്യങ്ങളെ കൊണ്ടും അതാ സ്വർഗാവകാശികൾ സ്വീകരിക്കപ്പെടുന്നു. അവർ സ്വീകരിച്ചാനയിക്കപ്പെടുന്നു സ്വർഗത്തിലേക്ക്. വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസ്സലാമാ. ഇനി പറയുന്നത് ആ സ്വർഗത്തിന്റെ ഭംഗിയാണ്. ഖാലിദീന ഫീഹാ ഹസുനത്തു മുസ്തഖറൻ വ മുഖാമ. ഹസുനത്തു മുസ്തഖറൻ വ മുഖാമ. താൽക്കാലിക കേന്ദ്രമായും സ്ഥിരവാസ കേന്ദ്രമായും എത്ര നല്ല വീടാണിത്, എത്ര സുന്ദരമായ വീടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്വർഗലോകം. അതിന് ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ എന്ന സ്ഥലത്ത് ചർച്ച ചെയ്യുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് സൂറത്തു ദുഹാനിലെ ഒരു ചിത്രമായിരുന്നു നരക ചിത്രം വിശദീകരിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്നത്. ആ സൂറത്തു ദുഹാനിലെ നരക ചിത്രത്തിന്റെ തൊട്ടുപിറകിൽ വരുന്ന, നമ്മളെ ആരെയും ആനന്ദിപ്പിക്കുന്ന സ്വർഗചിത്രമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. നോക്ക് നിങ്ങൾ, സൂറത്തു ദുഹാനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിന്റെ ഒരു ചിത്രം പരിചയപ്പെടുത്തുന്നത് കാണാം. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാത്തിൻ വഉയൂൻ യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ كذلك وزوجناهم بحور عين يدعون فيها بكل فاكهة آمنين لا يذوقون فيها الموت إلا الموتة الأولى ووقاهم عذاب الجحيم فضلا من ربك ذلك هو الفوز العظيم صدق الله مولانا العظيم
വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് സൂറത്തു ദുഹാൻ ഇവിടെ നൽകുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനില് ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതെന്താ? ഒരു നരകചിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനിടയിൽ സ്വർഗചിത്രം, അല്ലെങ്കിൽ സ്വർഗചിത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്ന മനുഷ്യനെ വീണ്ടും സന്തോഷത്തിൽ മതിമറക്കാൻ പാടില്ല. ഈ ഭൂമിയിൽ അവനെ വീണ്ടും സമലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ ഒരു നരകചിത്രം പറയുന്നു. നരകചിത്രം പറഞ്ഞ് ഭയപ്പെടുന്ന മനുഷ്യനെ വീണ്ടും സന്തുലിതാവസ്ഥയിലേക്ക് അവന്റെ മനസ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ ഒരു സ്വർഗചിത്രം പറയുന്നു. ഇങ്ങനെ മാറി മാറിയുള്ള അവതരണമാണ് ഖുർആനിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആനിൽ എല്ലാ സ്ഥലത്തും കൂടെ പറഞ്ഞ സ്വർഗചിത്രം ഒരു ഭാഗത്തേക്ക് എടുത്ത് ഒതുക്കി പറയുകയാണെങ്കിൽ എത്ര ദിവസം പറഞ്ഞാലും നമുക്കൊരിക്കലും അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്നാൽ ഈ പറഞ്ഞ ശബ്ദങ്ങൾ പോലും എത്ര കാലം നമ്മൾ പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്നാലും ആ കൂട്ടത്തിൽ അതിന്റെ ഒരു ചെറിയ ഉദ്ദേശം നമുക്ക് പറയാനുള്ള ചെറിയൊരു സമയം നമ്മൾ കണ്ടെത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പറയുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഈ ലോകത്ത് ഒരുമിച്ച് കൂടാൻ, ഈ വീട്ടിൽ ഒരുമിച്ച് കൂടാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾക്കും നേതാക്കന്മാർക്കും എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സദാത്യങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, അവരുടെ കൂടെ നമ്മുടെ കുടുംബസമേതം സ്വർഗത്തിൽ കടക്കാനുള്ള ഒരു മഹാ തൗഫീഖ് പടച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഖുർആൻ പഠിപ്പിക്കുന്നു, ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. നിശ്ചയം ഭക്തന്മാർ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചു ജീവിച്ച മനുഷ്യന്മാർ. അതാ പറഞ്ഞത്, ഈ പറയുന്നതൊക്കെ ഒരേ ശബ്ദങ്ങളാണ്. മുത്തഖീൻ എന്ന് പറഞ്ഞാലും, ഇബാദുല്ലാ എന്ന് പറഞ്ഞാലും, ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞാലും, അബ്രാർ എന്ന് പറഞ്ഞാലും, അല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന എന്ന് പറയുമ്പോൾ അതൊക്കെ ഒന്ന് തന്നെയാണ്. അത് ഇൻഷാ അല്ലാഹ് നാളെ പറയുന്നു. സ്വർഗാവകാശികൾ എന്നതാണ് നാളത്തെ വിഷയം. ഇവിടെ വെച്ച് പറയാം. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ അള്ളാഹുവിന്റെ അടിമകൾ എന്ന ഈ പട്ടികയിലേക്ക് പ്രവേശനം ലഭിക്കാൻ സാധിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ഇന്നൽ മുത്തഖീൻ ഫീ മഖാമിൻ അമീൻ. അവർ നിർഭയമായ പോസ്റ്റിലാണ് അവർ കഴിയുന്നത്. അവർക്ക് യാതൊരു തരത്തിലുള്ള ഭയവുമില്ല. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല. ആ മനുഷ്യന്റെ മുമ്പിൽ ഒരു വലിയ ഉൾഭയം എപ്പോഴും നിലനിൽക്കും. അതെന്താ? പടച്ചവനെ ഇതൊക്കെ എന്നാ തകരുകയെന്നറിയൂല. ചില ആളുകളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് ആചാര്യ വിശേഷം എന്ന് ചോദിച്ചാൽ, ചിലര് എപ്പോഴും ബുദ്ധിമുട്ടും പ്രയാസവും ഞെരുക്കവും പറഞ്ഞു മാത്രം നാക്കിന് പരിചയപ്പെട്ട ശീലിച്ച ഒരു വിഭാഗം ഉണ്ടാകും. സുഖാണ് എന്ന് പറയാൻ കഴിയാത്തൊരു വിഭാഗമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ, എന്ത് പറയാനോ ഉസ്താദേ, അതിങ്ങനെ പോകുന്നു, ഇങ്ങനെ അല്ലാതെ ഹൈറാണ്, സുഖാണ്, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എല്ലാം റാഹത്തായി പോകുന്നു, ഇങ്ങനെ പറയാൻ കഴിയുന്നവർ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവാണ്. നേരെ മറിച്ച് അന്യരാഷ്ട്രങ്ങളിലെ ജനങ്ങളുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ 100 കൂട്ടം പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടെങ്കിലും അവര് അൽഹംദുലില്ലാ, മബ്രൂഖ്, അൽഹംദുലില്ലാ എന്ന് പറയുന്ന അറബികളെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. അങ്ങനെ പറയാൻ നമുക്ക് കഴിയാറില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അറബികൾ മാത്രമല്ല, മറ്റു ഭാഷക്കാരും പലപ്പോഴും അങ്ങനെയാണ്. എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ, ഒരു ഉറുദുകാരനോട് ചോദിക്കുകയാണെങ്കിൽ അയാൾ പറയും ബഹുത് അച്ഛാ ഹേ, അല്ലെങ്കിൽ അച്ഛി തരഹ് ചൽ രഹാ ഹേ, അയാൾ പറയും. പക്ഷെ നമ്മളോട് എന്താ വിശേഷം, എന്തൊക്കെ ഉണ്ട് വർത്താനം എന്ന് വെച്ചാൽ, അങ്ങനെ പോണൊരു പോക്കുകാരി, അതിന്റെ അപ്പുറത്ത് നമുക്കൊരു നല്ല വാക്ക് പറയാൻ നമുക്ക് അറിഞ്ഞൂടാ. മലയാളി എപ്പോഴും ഇതേ പരിചയിച്ചിട്ടുള്ളൂ, മലയാളിയുടെ നാക്കിൽ നിന്ന് അതേ വരുള്ളൂ. അപ്പൊ ഏതാവട്ടെ, അത് മറ്റൊരു വശം. ഇനി നല്ലത് പറയാൻ അറിയുന്നയാളോട് എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടെങ്കിൽ
അയാൾക്ക് സങ്കടമൊന്നും പറയാനില്ല, ആരോഗ്യം ഫുള്ള് ദമ്മ, ഒരു രോഗവും അയാൾക്കില്ല, ആരോഗ്യാവസ്ഥ ദമ്മാണ്. മുതലാളിമാർക്കുള്ള ഒരു രോഗവും അയാളുടെ ശരീരത്തിൽ കയറിക്കൂടിയിട്ടില്ല. അതുപോലെ തന്നെ സാമ്പത്തികമായി ബിസിനസ് രംഗത്ത് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഭംഗിയായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബം നല്ല റാഹത്താണ്, നല്ലൊരു ഭാര്യയെ കിട്ടി, നല്ല മക്കളുണ്ട്, മക്കളൊക്കെ നല്ല സന്തോഷകരമായ മക്കളാണ്, കൺകുളിർമ നൽകുന്ന മക്കളാണ്, എല്ലാ നിരക്കും അയാൾ റാഹത്തിലാണ്. അയാളോട് ചോദിക്കാണ്, ആചാര്യ എന്തൊക്കെയാ വിശേഷം? ഉസ്താദൊക്കെ സുഖാണ്, എല്ലാം സുഖം തന്നെയാണ്, തൊടുന്നതിലൊക്കെ ബറക്കത്ത, എവിടെ ഞാൻ ചെന്ന് കൈവച്ചാലും അതൊക്കെ ഇന്ന് വരെ നേട്ടത്തിലേ കലാശിപ്പിക്കുന്നു, നഷ്ടം എന്ന ഒന്ന് എനിക്ക് ജീവിതത്തിൽ പരിചയമല്ല എന്നൊക്കെ പറഞ്ഞാലും അവസാന അയാൾക്ക് പറയാനുണ്ടാകും, പക്ഷേ ഉസ്താദ് നന്നായി ദുആ ചെയ്യണമെന്തേ. എന്റെ തൊട്ടടുത്ത കൂട്ടുകാരൻ അഹമ്മദാജി എന്നെ പോലെ തന്നെയായിരുന്നു, പറന്ന് നടക്കുകയായിരുന്നു, ഇന്ന് കുത്തുപാള എടുത്ത് നടക്കുകയാണ്. ഈ ഒരവസ്ഥ എനിക്കെപ്പോഴാ വരികയെന്ന് പറയാൻ പറ്റില്ല. എന്റെ ഈ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം കൂടെ എപ്പോഴാ പൊളിയാന്ന് പറയാൻ പറ്റില്ല. ബിസിനസ് മുഴുവനും എപ്പോഴാ ഡള്ളാവുക എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല എന്റെ ശരീരത്തിലേക്ക് ഒരു ഡസനോളം രോഗത്തിന് വേണമെങ്കിൽ ഒറ്റയടിക്ക് വന്ന് കയറാൻ കഴിയും. അല്ലെങ്കിൽ ഈ സുഖസൗകര്യങ്ങൾ ഒന്നിരിക്കൽ എനിക്ക് നഷ്ടപ്പെടും, അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾക്ക് ഞാൻ നഷ്ടപ്പെട്ട് ഞാൻ മരിച്ചുപോകും. ഇതൊക്കെ സംഭവിക്കാവുന്ന കേസാണ്. നിങ്ങൾ ദുആ ചെയ്യണം, ആഫിയത്തിന് വേണ്ടി, ദീർഘായുസ്സിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ അതെ, ഈ ഭൂമി ലോകത്ത് ഒരു ടെൻഷനുമില്ലാത്ത ആൾക്കും ഒരു ടെൻഷനുണ്ട്. അതെന്താ? ഇതൊക്കെ നിലനിൽക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ ആസ്വദിക്കാൻ ഞാനുണ്ടാകുമോ എന്ന ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ ടെൻഷൻ ഇല്ല. സ്വർഗത്തിൽ കടന്നാൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നു, ഇന്നൽ മുത്തഖീൻ ഫീ മഖാമിൻ അമീൻ. ഇവിടെ പുറത്താക്കലില്ല, ഇവിടെ ഡള്ളായി പോകുമെന്ന് പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ ചെറിയ ഒരു ക്ഷീണം സംഭവിക്കുമെന്നൊരിക്കലും നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. ഇത് ഉറപ്പിക്കാനാണ് അള്ളാഹു ആദ്യം സ്വർഗത്തിന്റെ വിഷയം പറയുമ്പോൾ അതവിടെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ദമ്മാക്കുന്നത്. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. കഴിഞ്ഞോ? ഇല്ല. ഇവിടെ കാശുണ്ട്, ആരോഗ്യമുണ്ട്, ഇതെല്ലാം ഉണ്ടായതുകൊണ്ടായോ? ഇതൊക്കെ ഉണ്ടാകുന്തോറും പ്രശ്നങ്ങളും അതുപോലെ തന്നെ അസ്വസ്ഥതകളും കൂടി വരികയാണ്. 1,00,000 രൂപ മര്യാദക്ക് വീട്ടിൽ വെച്ച് കിടന്നുറങ്ങാൻ ധൈര്യം പോരാ. കാരണം പണ്ടുകാലങ്ങളിലൊക്കെ എങ്ങനെയെങ്കിലും വീട്ടിനകത്തേക്ക് എങ്ങനെയെങ്കിലും നുഴഞ്ഞ് കടന്ന് ആ വീട്ടിനകത്ത് കയറിയതിന്റെ ശേഷം ആ വീട്ടുകാരറിയാതെ വല്ലതും കയ്യിൽ കിട്ടിയാൽ അതും കൊണ്ട് ഓടിയിരുന്ന കാലഘട്ടമാണ്. ഇന്നതല്ല. ധൈര്യസമേതം കള്ളന്മാര് വന്ന് നമ്മൾ കിടക്കുന്ന വാതിലിന് മുട്ടുകയാണ്. വാതിൽ തുറക്കുമ്പോൾ അതാ നമ്മളെ വായി കെട്ടി ബന്ധാക്കി കട്ടിലുകളിൽ നമ്മെ പിടിച്ച് ബന്ധിപ്പിച്ചതിന്റെ ശേഷം നമ്മുടെ പണവും സ്വർണവും മുഴുവനും എവിടെയാ വെച്ചതെന്ന് പറയണം. അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടെല്ലാം കൈപ്പറ്റി അവസാനം ഇവന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഈ സാധനമെല്ലാം കൊണ്ടുപോകാൻ ഇവന്റെ സ്വന്തം കാറിന്റെ കീ തന്നെ ഇവനോട് ചോദിച്ചു വാങ്ങുന്ന അവസ്ഥ. എവിടെ മുതലാളിക്ക് കിടന്നുറങ്ങാൻ സമാധാനം? ഒരു 10 രൂപ വണ്ടിയിൽ വെച്ച് യാത്ര ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണ് റോട്ടിൽ കൈ കാണിച്ച് അക്രമി സംഘം വളയുക എന്ന് പറയാൻ കഴിയില്ല. അതേ, എപ്പോഴും എന്റെ ജീവനു ഭീഷണിയാണ്, എന്റെ സമ്പത്തിനു ഭീഷണിയാണ്, ജീവനു ഭീഷണിയാണ്. ഈ ഒരവസ്ഥ എല്ലാം ഉള്ള സ്വർഗത്തിലുണ്ടോ? ഇല്ല. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ. അവിടെ കൊള്ളക്കാരില്ല, കവർച്ചക്കാരില്ല, കള്ളന്മാരില്ല. എന്തൊരു നല്ല ലോകമാണ് സ്വർഗം. ഇവിടെ നമ്മളൊരു 10, 40, 50, 60 കൊല്ലത്തെ ജീവിതമാണ്. ഇത് തന്നെ അസ്വസ്ഥമായിട്ട് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ, കാലാകാലത്തേക്കുള്ള ജീവിതം ദുരിതപൂർണമായിരുന്നെങ്കിൽ ഓർക്കാൻ പോലും കഴിയില്ല. അവിടെയാണ് അല്ലാഹു പറയുന്നത്, ആ വീട്ടിലെത്താൻ നിങ്ങൾ കഷ്ടപ്പെടണം. ബിമാ സ്വബറൂ. നന്നായി ക്ഷമിച്ചെങ്കിലേ എത്താൻ കഴിയൂ. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഖുർആൻ പാരായണം ചെയ്യണം. നന്നായി ക്ഷമിച്ചെങ്കിൽ മാത്രമേ ആ വീട്ടിലെത്താൻ കഴിയൂ. എത്തിക്കഴിഞ്ഞാൽ ഇല്ല, പിന്നെ നിങ്ങൾക്കൊരു നിലക്കും യാതൊരു പ്രയാസവുമില്ല.
യാതൊരു തരത്തിലുള്ള ഭീഷണമായ അന്തരീക്ഷവും അവിടെ നിലനിൽക്കുന്നില്ല. എല്ലാം കൊണ്ടും സമാധാനമാണ്. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാത്തിൻ വഉയൂൻ. എവിടെയാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്? അഥവാ ഫീ ജന്നാത്തിൻ വഉയൂൻ, സ്വർഗീയ ആരാമങ്ങളിലും വിവിധ തരങ്ങളിലുള്ള സ്വർഗീയ ആരാമങ്ങളിലും സ്വർഗീയ ആറുകളിലുമാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ഫീ ജന്നാത്തിൻ വഉയൂൻ, ആപ്പിൾ തോട്ടം അതെ അതുണ്ട്, കാരക്കത്തോട്ടം തോട്ടം വേണോ അതുണ്ട്, മുന്തിരിത്തോട്ടം വേണോ അതുണ്ട്, ഉറുമാൻ തോട്ടം വേണോ അതുണ്ട്. അല്ല, കായ്ക്കനികളില്ലാത്ത തോട്ടങ്ങളാണോ വേണ്ടത്? അതുണ്ട്. വെറും നിഴൽ വൃക്ഷങ്ങൾ വേണോ? അതുണ്ട്. ഫീ സിദ്രിൻ മഖ്ദൂദ് വതുൽഹിൻ മംദൂദ് വളില്ലിൻ മംദൂദ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഫീ സിദ്രിൻ മഖ്ദൂദ്, മുള്ളില്ലാത്ത ഇലന്തമരത്തിന്റെ തണലിലാണ് അവർ കഴിയുന്നത്. അതേ, വതുൽഹിൻ മംദൂദ്, അട്ടിയട്ടിയായി വാഴക്കുലകൾ കാഴ്ച കിടക്കുന്ന വാഴത്തോട്ടത്തിലാണ് അവർ കൂടുന്നത്. ഫീ സിദ്രിൻ മഖ്ദൂദ് വതുൽഹിൻ മംദൂദ്. യഥാർത്ഥത്തിൽ ഒരു ഇലന്തമരവും ഒരു വാഴത്തോട്ടവും അതുകൊണ്ടെല്ലാമായോ? ഇലന്തമരത്തിന്റെ ഇല വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. അറേബ്യയിലുണ്ടായിരുന്ന വളരെ പ്രസിദ്ധമായൊരു മരമായിരുന്നു. വാഴയുടെ ഇലകളുടെ കൂട്ടത്തിൽ വലിയ ഇലയുമാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു ഇലന്തമരവും ഒരു വാഴത്തോട്ടവും എന്നതിനർത്ഥം പറഞ്ഞു വിടാൻ പാടില്ല. രണ്ട് ധ്രുവങ്ങൾ പറഞ്ഞ് അതിനിടയിലുള്ളത് മുഴുവനും ഉദ്ദേശിക്കപ്പെടുന്നു. ഇവിടെ ചെറുതും വലുതുമായ ഇലകളുള്ള കായ്ക്കുന്നതും കായ്ക്കാത്തതുമായ മരങ്ങള് എന്തൊക്കെ വേണോ അതൊക്കെയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സാഹിത്യകാരന്മാരുടെ ഭാഷ ആ നിലക്കാണ് വായിക്കേണ്ടത്. സാഹിത്യകാരന്റെ ഭാഷയിൽ ഖുർആൻ വായിക്കുമ്പോൾ ഖുർആൻ എല്ലാം കൊണ്ടും സമഗ്രമാണ്, അതിലൊന്നും പറയാതെ പോയിട്ടില്ല. ആ നിലക്കത് വായിക്കുമ്പോൾ അത് കണ്ടെത്താനാവും. ഫീ സിദ്രിൻ മഖ്ദൂദ് വതുൽഹിൻ മംദൂദ്. നോക്ക് നിങ്ങൾ, അതൊക്കെ അവതരിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഭൂമിയിലെ ഇലന്തമരങ്ങൾക്ക് മുള്ളുണ്ടായിരുന്നു. അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. ഇലന്തമരങ്ങളെ സമീപിക്കാൻ പോലും കഴിയൂലായിരുന്നു. നല്ല തണല് തരും ആ മരം. പക്ഷെ തൊട്ടടുത്ത് ചെന്നിരുന്ന് ചാരിയിരിക്കാൻ ഒരു ഭയമാണ്, കാരണം ആക്രമിക്കുമോ എന്നുള്ള ഭയം. എന്നാൽ അത്തരം ഒരു ചെറിയ വിഷമമുണ്ടെങ്കിൽ അതും അവിടുത്തെ മരത്തിന് അതില്ല. എന്തൊക്കെ നിങ്ങൾക്ക് എതിരായിട്ടും പ്രതികൂലമായിട്ടും ഉണ്ടോ ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് മുഴുവൻ അനുകൂല സാഹചര്യങ്ങൾ മാത്രം. വതുൽഹിൻ മംദൂദ്, അട്ടിയട്ടിയായി കുലക്കുന്ന വാഴക്കുലകളുള്ള വാഴത്തോട്ടം. ഒരു വാഴയില് ഒരു കുലയാണ് സാധാരണ കുലക്കാറുള്ളത്. എന്നാൽ സ്വർഗത്തിലെ വാഴയിൽ ഒരു വാഴയിൽ ഒരു കുലയല്ല. ഒരു വാഴയിൽ എത്ര കൊല നിൽക്കാൻ ഗ്യാപ്പുണ്ടോ അത്രയും കൊലയുണ്ടാവും. ഭൂമിയിൽ അഥവാ 2 കൊല എങ്ങാനും ഒരു വാഴക്കുണ്ടായാൽ അത് വലിയ വാർത്താ പ്രാധാന്യവുമായി മാറി. അങ്ങനെയാണല്ലോ സാധാരണ. എന്നാൽ നാളെ പരലോകത്ത് ഇതൊരു വാർത്താ പ്രാധാന്യമുള്ള കേസേ അല്ല. വതുൽഹിൻ മംദൂദ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ എന്തൊക്കെ വേണോ? വാഴത്തോട്ടാണെങ്കിലും എലന്തമരത്തോട്ടമാണെങ്കിലും ഉറുമാൻ തോട്ടമാണെങ്കിലും മുന്തിരിത്തോട്ടമാണെങ്കിലും കാരക്കത്തോട്ടമാണെങ്കിലും എല്ലാം ഫീ ജന്നാത്ത്, വിവിധങ്ങളായ തോട്ടങ്ങളിൽ അവർ അതാ സന്തോഷിച്ച് കഴിയുകയാണ്. വഉയൂൻ, മാത്രമല്ല വിവിധ ആറുകളും, പലതരത്തിലുള്ള ആറുകളുമുണ്ട് സ്വർഗത്തിൽ, പലതരത്തിലുള്ള പുഴകളുമുണ്ട്. മഫലുൽ ജന്നത്തില്ലത്തി വഇദൽ മുത്തഖൂൻ, സൂറത്തു മുഹമ്മദിൽ അല്ലാഹു പറയുന്നത് കാണാം. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറും മിൻ അസ്സലിൻ മുസഫ്ഫാ വലഹും ഫീഹാ മിൻ കുല്ലി സമറാത്തി വമഗ്ഫിറത്തും മിർ റബ്ബിഹിം. സൂറത്തു മുഹമ്മദിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു 4 തരം
ആറുകളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഏതെല്ലാം വേണോ അതൊക്കെ കിട്ടും. വലഹും ഫീഹാ മാ യദ്ദഊൻ, ആവശ്യപ്പെടുന്നത് മുഴുവനുമുണ്ടെന്ന ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ആ സ്വർഗത്തിലുണ്ട് അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, തീരെ കലർപ്പില്ലാത്ത കലങ്ങിയിട്ടില്ലാത്ത ശുദ്ധമായ ജലത്തിന്റെ ആറുകളുണ്ട്, തെളിനീരൊഴുകുന്ന പുഴയുണ്ട്. അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ തെളിഞ്ഞ വെള്ളത്തുള്ളികൾ ഉദ്ദേശിച്ചുകൊണ്ട് വെള്ളി പോലെയുള്ള ജലധാരകൾ എന്ന് പറയാറുണ്ട്. വെള്ളി പോലെയുള്ള ജലധാരകൾ എന്ന് പറയാറുണ്ട്. ആ ജലധാര കൃത്യമായി കാണാൻ പോവുകയാണ്. വമാഇൻ മസ്കൂബ് എന്ന് പറഞ്ഞ സ്വർഗത്തിലെ ആ വെള്ളച്ചാട്ടത്തില് അത് ശരിക്കും അനുഭവിക്കാൻ കഴിയും. വമാഇൻ മസ്കൂബ് മിമ്മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമു, രുചിഭേദം വരാത്ത പാലാറുകളുമുണ്ട്. പാലാറുകൾ, പാലിന്റെ പുഴകളുണ്ട് അവിടെ. ലം യതഗയ്യർ തഅമുഹു, അതിന് രുചിഭേദം വരില്ല. ഇവിടെ കറന്നെടുത്ത പാത്രം ആ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ പാല് കേടുവന്നു. കാച്ചുവെച്ച പാല് ആ പാത്രം മാറ്റുമ്പോഴേക്ക് വീണ്ടും കേടുവരുന്ന ചുറ്റുപാടുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴേക്ക് പാല് ദുഷിക്കുന്നു. ദുനിയാവിലെ പാലിന്റെ ഒരു പോരായ്മയാണ്, ഒരു കുറവാണ്. അല്ലാഹു പറയുന്നു, നാളെ പരലോകത്തുള്ള ആ പാലാറുകളിലെ അൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചിഭേദം സംഭവിക്കുകയില്ല, തീരെ കേടുവരില്ല. ആ പാലൊരിക്കലും നശിക്കുകയില്ല, ദുഷിക്കുകയില്ല. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ, പാനം ചെയ്യുന്നവർക്ക് നല്ല രസകരമായ കുടിക്കാൻ സ്വാദുള്ള കള്ളിന്റെ നദികളുമുണ്ട്. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ, സ്വർഗത്തിലെ ഭൂമിയിലെ കള്ള് പുളിപ്പും സമർപ്പുമാണെങ്കിൽ അതേ നാളെ പരലോകത്തെത്തുമ്പോ ആ കള്ളിന് ആനന്ദം പകരാനുള്ള ശേഷിയുണ്ട്. അതേസമയം അത് കഴിക്കുമ്പോൾ ഇന്ന് ദുനിയാവിൽ കള്ള് കുടിക്കാൻ അത്ര ടേസ്റ്റുള്ള സംഗതിയാവണമെന്നില്ല. പിന്നെന്തേ, കണ്ണും മുറുക്കി ചിന്നി അങ്ങ് കുടിക്കുകയാണ്. കുടിച്ചതിന്റെ ശേഷമുള്ള ആ ഒരു ഹാലത്ത്, ആ ഒരു അവസ്ഥ ആഗ്രഹിച്ചുകൊണ്ടങ്ങ് കുടിക്കുകയാണ്. കഴിഞ്ഞാൽ പിന്നെ സുഖകരമായൊരു അവസ്ഥ വരാനുണ്ടല്ലോ. അതത്ര സുഖകരമായ അവസ്ഥയല്ല, അത് മറ്റൊന്ന്. നാളെ പരലോകത്ത് വെച്ച് കള്ളു കുടിച്ചാൽ അഥവാ സ്വർഗീയ കള്ള് പാനം ചെയ്താൽ അത് ഒരിക്കലും മസ്ത് പിടിപ്പിക്കുകയില്ല. അതേസമയം ആനന്ദം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇതുപോലെ കണ്ണ് മുറുക്കി അടച്ച് പ്രയാസപ്പെട്ട് ഇറക്കി വിടേണ്ടി വരില്ല. കുടിച്ചാലും മതിവരാത്ത, പാനം ചെയ്തിട്ടൊരിക്കലും നിങ്ങൾക്ക് ആഗ്രഹം തീരാത്ത നല്ല സ്വാദുള്ള കള്ളാണ്. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. ഇനിയും പറയുന്നു അല്ലാഹു, വഅൻഹാറും മിൻ അസലിൻ മുസഫാ, തെളിഞ്ഞ തേനാറുകളുമുണ്ട്. തേനിന്റെ പുഴകളുമുണ്ട്. തേൻ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പാലിന്റെ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ തേനിനെ കുറിച്ച് പറയുമ്പോ തേനിനെ കുറിച്ച് പറഞ്ഞത് മുസഫ, തീരെ കലർപ്പില്ലാത്ത തേനാണ്, തെളിഞ്ഞ ശുദ്ധമായ തേനാണ്. ഇവിടെ നിന്ന് തേനെടുത്താൽ മതിൽ നിന്നായി എടുക്കുന്നതെങ്കിൽ മണ്ണ് കലരാതെ കിട്ടാൻ പ്രയാസമാണ്. കൂട്ടിലെ മെഴുകുപെടാതെ തേൻ കിട്ടണമെങ്കിൽ പ്രയാസമാണ്. എപ്പോഴും തേനിനതിൻ്റെ കളർ മാറ്റങ്ങളുണ്ടാകും. മുഖ്തലിഫുൻ അൽവാനു, ഖുർആൻ പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. എന്നാൽ നാളെ പരലോകത്തെത്തുന്ന സമയത്ത് അതാ തേൻ വളരെ വിശുദ്ധമായിരിക്കും. കാരണം ആ തേൻ ഉറവയായി വരികയാണ്, ഉറവയായി പൊട്ടിയൊഴുകുകയാണ് ആ തേൻ. അത് തേനീച്ചകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് വരുന്നതല്ല, ഉറവയായി പൊട്ടിയൊഴുകുകയാണ്, ശുദ്ധമായ തേനാണ്. വഅൻഹാറും മിൻ അസലിൻ മുസഫാ. ഇത്തരം ആറുകളെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് സൂറത്തു ദുഹാനിലാ പറഞ്ഞത് ഫീ ജന്നാത്തിൻ വഉയൂൻ, വിവിധങ്ങളായ
ആറുകളിലും അവർ ആറാടിക്കൊണ്ടിരിക്കുന്നതാണ്. യൽബസൂന മിൻ സുന്ദുസ്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫീ ജന്നാത്ത്, ഭക്ഷണം സമൃദ്ധമാണ്. വഉയൂൻ, വെള്ളം സമൃദ്ധമാണ്. വയൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ. യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ. ഇനി നമുക്ക് വേണ്ടത് വെള്ളം വേണം, ഭക്ഷണം വേണോ, അതൊക്കെ കിട്ടിയാൽ പിന്നെ വേണ്ടത് ഡ്രസ്സ് വേണം. പിന്നെ നമുക്കുള്ളൊരു വീക്ക്നെസ്സാണത്, നമ്മുടെ ഒരു ദൗർബല്യമാണ്. പെരുന്നാളാ വരുന്നത്, ഇപ്പൊ തന്നെ ഷോപ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഒരു 4-5 ദിവസവും കൂടെ കഴിഞ്ഞാൽ പിന്നെ കയറേണ്ടി വരില്ല, ടെക്സ്റ്റൈൽസിലേക്കൊന്നും പോകേണ്ടി വരില്ല. പെണ്ണുങ്ങളുടെ കടന്നുകയറ്റം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയുന്നു, സഹോദരിമാരെ, ഇതിനൊക്കെ ചെറിയൊരു നിയന്ത്രണം വേണം. ഇതിനൊക്കെ ചെറിയൊരു നിയന്ത്രണം വേണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത്ര പെണ്ണ് സ്വർഗത്തിലാണ്, ഇത്ര പെണ്ണ് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണി ഇങ്ങനെ പറയുന്നത് കാണാം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലെ പെണ്ണുങ്ങളുടെ കൂട്ടത്തില്, നരകാവകാശികൾ എന്ന സീഡിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ആ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എണ്ണിയത് കാണാം. ഈ ആടിനെ പോലെ അങ്ങാടിയിൽ നടക്കുന്ന ഇന്നത്തെ പെണ്ണിനെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന, മാത്രമല്ല സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന പെണ്ണ്, ഒരാവശ്യവുമില്ലാതെ ഫാൻസി കടകളിൽ കൊണ്ടുപോയി 10,000 എറിയുന്ന പെണ്ണുങ്ങള് മാസം തോറും, അവരൊക്കെ അതിൽപ്പെടും. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉൻ മിനൻ നിസാഇ ഫിൽ ജന്ന, 4 പെണ്ണുങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെയാണ് സ്വർഗാവകാശികൾ എന്ന വിഷയം നമ്മൾ സംസാരിക്കും. അവിടെ വെച്ച് സഹോദരിമാർക്ക് അത് കേൾക്കാം. കുറെ ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ സ്വർഗത്തിലാണ്, അവർ നരകത്തിലാണ്, അവർ സ്വർഗത്തിലാണ്, അവർ നരകത്തിലാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞത് കാണാം. അപ്പോൾ ഈ വസ്ത്രം എന്ന് പറയുന്നത്, ഡ്രസ് എന്ന് പറയുന്നത്, അത് നമ്മെ കൂടുതൽ ആനന്ദിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഡ്രസ് സൗന്ദര്യമാണ്, ആണിനും പെണ്ണിനും ഒക്കെ. ഖുർആൻ തന്നെ സീനത്ത് എന്നാണല്ലോ അതേക്കുറിച്ച് പ്രയോഗിച്ചത്. നിങ്ങൾക്ക് അലങ്കാരമാണ് യഥാർത്ഥത്തിൽ വസ്ത്രം, അലങ്കാരമാണ് നിങ്ങൾക്ക് വസ്ത്രം. അപ്പൊ ആ വസ്ത്രമുണ്ടോ, വെള്ളവും ഭക്ഷണവും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഉടുത്ത് മാറി ഇങ്ങനെ നടക്കാൻ നല്ല നല്ല പുതിയ പുതിയ ഡ്രസ്സുകൾ, ഉടയാടകൾ ലഭിക്കുമോ? അതേ, നാളെ സുഖലോക സ്വർഗത്തിൽ പുത്തനുടയാടകളും ലഭ്യമാണ്. യൽബസൂന മിൻ സുന്ദുസിൻ വഇസ്തബ്റഖ്, എല്ലാ തരത്തിലുള്ള ഉടയാടകളും കിട്ടും. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 കസവിൻ കഷ്ണം തുന്നിപ്പിടിപ്പിച്ച പട്ടു, കട്ടിപ്പട്ടും അതുപോലെ തന്നെ നേരിയ പട്ടും. ഇസ്തബ്റഖ്, സുന്ദുസ് എന്ന് പറഞ്ഞാൽ കട്ടിയില്ലാത്ത പട്ടും, ഇസ്തബ്റഖ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള പട്ടുകളിൽ കസവിൻ തുണികൾ തുന്നിപ്പിടിപ്പിച്ചതാണ്. മിൻ സുന്ദുസിൻ വഇസ്തബ്റഖ്, അതേ, എല്ലാ എംബ്രോയിഡറി വർക്ക് കഴിച്ച വസ്ത്രങ്ങൾ വേണമെങ്കിൽ അത് കിട്ടും. അതേ രൂപത്തിൽ തന്നെ അതൊന്നും ഇല്ലാത്ത വസ്ത്രങ്ങളാണ് വേണ്ടതെങ്കിൽ അതും കിട്ടും. കട്ടിയുള്ളത് വേണ്ടവർക്ക് അത് കിട്ടും, ഇല്ലാത്തവർക്ക് വേണ്ടത് അത് കിട്ടും. എല്ലാം ഉണ്ടെന്നാണ്. ഇതൊക്കെ പൊതു ശബ്ദങ്ങളാണ്. മിൻ സുന്ദുസിൻ വഇസ്തബ്റഖിൻ മുതഖാബിലീൻ, അത് ധരിച്ചുകൊണ്ട് മുതഖാബിലീൻ, അവർ പരസ്പരം ഈ പുത്തനുടയാടകൾ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി, മുതഖാബിലീൻ, ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം, മുഖാമുഖം നോക്കിയിരിക്കുകയാണ്. നല്ലോണം മാറ്റി ഒരുങ്ങി വന്ന് അതാ വിശ്രമഹാളിൽ നീണ്ടിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതാ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇത് വല്ലാത്ത സുഖമുള്ള ഒരു കാര്യമാണ്. മുതഖാബിലീൻ, സുബ്ഹാനല്ലാഹ്. വസ്ത്രം ഉടുത്തൊരുങ്ങി എവിടേക്കും പോകുന്നില്ലേ? പോകുന്നുണ്ട്, അത് വേറെ പറയുന്നുണ്ട്. ഷോപ്പിങ്ങിന് പോകും, കച്ചവടത്തിന് പോകും, സ്വയം കച്ചവടം ചെയ്യും, അതുപോലെ തന്നെ കൃഷിപ്പണിയെടുക്കും, നിസ്കരിക്കും, നോമ്പ് നോൽക്കും, എല്ലാ ഏർപ്പാടുകളും ഉണ്ട്, അധ്യാപനം നടത്തും, എല്ലാ പരിപാടികളും അവിടെ ഉണ്ട്. സ്വർഗത്തിലില്ലാത്തൊരു പണിയുമില്ല. ഇന്ന അസ്ഹാബൽ ജന്നത്തിലും ഫീ ശുഗുലിൻ ഫാകിഹൂൻ, വ്യത്യസ്തങ്ങളായ ജോലികളിൽ അവർ മതിമറന്ന് ഉല്ലസിക്കുകയാണ്. ബോറടിപ്പ് എന്ന് പറയുന്ന ഒന്ന് സ്വർഗത്തിൽ ഇല്ല.
അതാണ് യാസീൻ സൂറയിലാ പറഞ്ഞത്. ഈ ഷൂലിം ഒരു പണി കഴിയുമ്പോഴേക്ക് വേറൊരു പണി, അത് കഴിയുമ്പോഴേക്ക് വേറൊരു പണി, അത് കഴിയുമ്പോഴേക്ക് വേറൊരു പണി. ഇങ്ങനെ ആ ഒരു വൈവിധ്യം അതെപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്, പുതുമയും നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുന്നത് കൊണ്ട് അവർക്കൊരിക്കലും മടുപ്പില്ല, ചടപ്പില്ല, ബോറടിപ്പില്ല. മുന്നോട്ട് പോകുന്നു ജീവിതം. എത്ര കാലം മുന്നോട്ട് പോയാലും കൂടുതൽ കൂടുതൽ ജീവിക്കാനേ താല്പര്യമുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ലോകം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അല്ലാഹു അത് ആസ്വദിക്കാനുള്ള മഹാഭാഗ്യം നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമാറാവട്ടെ. പടച്ചവനെ നീ നൽകണേ അല്ലാ, പടച്ചവനെ നീ നൽകണേ അല്ലാ, അല്ലാഹുവേ നീ നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് മാറ്റി പോകുന്നുണ്ട്, അതൊക്കെ വേറെ വിഷയം, അങ്ങോട്ടൊന്നും ഇപ്പം പോകുന്നില്ല. ഷോപ്പിങ്ങിന് പോകുന്നത് മുസ്ലിം റളിയല്ലാഹുവിന് തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. കച്ചവടം ചെയ്യുന്നത് മുസ്ലിം റളിയല്ലാഹുവിന് തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതൊക്കെ കഴിഞ്ഞു എങ്കിൽ, സമയം കിട്ടിയെങ്കിൽ പിന്നെ പറയാം. കുറെ കാര്യങ്ങൾ അതല്ലാത്തത് തന്നെ പറയാനുണ്ട്. അപ്പൊ വസ്ത്രങ്ങൾ ഉടുത്തൊരുങ്ങി പിന്നെന്താ പരിപാടി? മുതഖാബിലീൻ, എല്ലാവരും കൂടെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു സംഗതിയായത്. എല്ലാവരും മാറിയിരുന്ന് ഇന്നലെ ധരിച്ചതല്ലാത്ത വസ്ത്രം, നേരത്തെ ധരിച്ചതല്ലാത്ത വസ്ത്രം ധരിച്ചു വന്നിരുന്ന് പരസ്പരം സന്തോഷത്തോടെ മുഖത്തോട് മുഖം നോക്കി മുഖാമുഖം ഇരുന്ന് സന്തോഷിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഖുർആൻ ഇത്ര വലിയ പ്രാധാന്യത്തോടെ പറഞ്ഞത്? മുതഖാബിലീൻ. ഈ മുതഖാബിലീൻ എന്നത് ഖുർആൻ സ്വർഗവിവരണം നടത്തിയെടുത്ത് ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും അല്ലാഹു ഇത് പരാമർശിച്ചിട്ടുണ്ട്. മുതഖാബിലീൻ എന്നത് പരസ്പരം മുഖാമുഖ ഇരിക്കുന്നത് സ്വർഗത്തിലൊരു വലിയ അനുഗ്രഹമായിട്ട്, നിഅ്മത്തായിട്ട് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല. സൂറത്തുൽ വാഖിയയിൽ പോയി നോക്കിയാൽ അവിടെ കാണാം, അലാ സുറുദിൻ മൗദൂന മുത്തഖിഈന അലൈഹാ മുതഖാബിലീൻ. ഇങ്ങനെ കാണാൻ കഴിയും. ഇങ്ങനെ ഈ മുതഖാബിലീൻ എന്നത് പല സ്ഥലത്തും വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കാ. സ്വർഗത്തിൽ പരസ്പരം മുഖാമുഖം നോക്കിയിരിക്കും. അതെന്താ ഇത്ര വലിയൊരു അനുഗ്രഹമാണോ? നമുക്കത് ബോധ്യപ്പെടുന്നില്ല. നമുക്കത് ബോധ്യപ്പെടാതിരിക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾ? നമുക്ക് ഈ ഭൂമിയിൽ അതൊരു നിഅ്മത്താന്ന് തോന്നുന്നതന്നല്ല. കാരണം അത്രത്തോളം സങ്കുചിതാണ് നമ്മുടെ മനസ്സ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമിയിലുള്ള ഒരു വലിയ പോരായ്മ അതാ, മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാൻ തീരെ കഴിയൂല. നമ്മളൊരു പോരായ്മയാണ്. നമ്മൾ അവിടേക്കിട്ട് വളരണം, അപ്പോഴേ അതൊരു നിഅ്മത്തായി ബോധ്യപ്പെടുള്ളൂ. കാരണം മനസ്സറിഞ്ഞ് സ്നേഹിച്ചെങ്കിലല്ലേ മുഖത്തേക്ക് നോക്കുക. ഒരാളും ഒരാൾക്കും മുഖം കൊടുക്കൂലല്ലോ. എന്റെ ശീലം അങ്ങനെയാണ്. അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ? ഒരാളോട് 5 മിനിറ്റ് റാഹത്തോടുകൂടി അയാളോടൊന്ന് സംസാരിക്കണമെന്ന് കരുതിയാൽ അയാൾ ബിസിയായി ഭയങ്കര പോക്ക. കൈ പിടിച്ചു വെച്ച് സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ പോലും എന്താ പറയാനുള്ളത് വേഗം പറയാം, ഞാൻ പോവാണെന്നാ പറയാം. ഉപചാര വാക്കുകൾ പറയുന്ന സ്വഭാവം നമുക്കുണ്ടോ? അറബികൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരാൾ മറ്റൊരാളെ കണ്ടാൽ കൈ പിടിച്ചാൽ എത്ര ഉപചാര വാക്കുകൾ പറഞ്ഞിട്ട് ആ വിഷയത്തിൽ കിടക്കുക. ഉപചാര വാക്കുകൾ കുറേ പറയും. നേരത്തെ പറഞ്ഞ ഉറുദു ഭാഷ സംസാരിക്കുന്നവരാണെങ്കിൽ അവരും പറയും. മലയാളിക്ക് ഉപചാര വാക്കുകളെന്ന് പറഞ്ഞില്ല. അജ്ജ എനിക്കെന്താ പറയാനുള്ളച്ചാ പറയാൻ, അത്രേ അറിയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ബാക്കി ഉപചാരങ്ങളൊന്നും അവനോട് പറയണ്ട. കാരണം അതിനൊന്നും സമയമല്ല, അവൻ സങ്കുചിതനാണ്. അപ്പൊ അതുകൊണ്ട് മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് ഒരു സുഖാണെന്ന് നമുക്ക് തോന്നാത്തത് നമ്മുടെ മനസ്സിന്റെ കുഴപ്പമാണ്. നമുക്കിപ്പോ ഇവിടെ ദുനിയാവിൽ നമ്മൾ ആസ്വദിക്കുന്ന യാത്രകളിൽ മുഖാമുഖമുള്ളൊരു യാത്രയാണല്ലോ നമ്മൾ ട്രെയിനിലെ യാത്ര. ഏറ്റവും കൂടുതൽ ചടപ്പായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, ഞാൻ എന്നിലേക്ക് കയാസാക്കിയിട്ടാണ് ഇത് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചടപ്പാണ്. വേറൊരാളെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊന്നും തീർന്നില്ല. നമുക്ക് ബസ്സിലാ പിന്നെയും കുറച്ച് സുഖം തോന്നുക. കാരണം ഒരാളുടെ മുഖം കാണുന്നത് തീരെ ഇഷ്ടമല്ല, ബാക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്നുള്ളിടത്താണ്. ഇതാണ് എന്റെയും നിങ്ങളുടെയൊക്കെ അവസ്ഥ. ഒരാളുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാൻ അത് തീരെ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പൊ ശരിക്കും മനസ്സെടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. മനസ്സെടുത്താൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനും തെളിവുണ്ട്. ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് എപ്പോഴാ വെളുത്തത് എന്ന് അറിഞ്ഞിട്ടില്ല. എത്ര നേരാ സംസാരിച്ചത്? മുഖാമുഖം കിടന്ന് സംസാരിച്ച് മാറ്ററുകൾക്ക് ദാരിദ്ര്യമല്ല, സമയം പോയത് അറിഞ്ഞില്ല. എന്തേ കാരണം? മാനസികമായിട്ട് അടുത്തു. 2 മനസ്സുകൾ നന്നായി അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയം പോയത് അറിഞ്ഞില്ല. എത്ര നേരവും സംസാരിച്ചിരിക്കാൻ കഴിയുന്നു. മാറ്ററുകൾ എത്രയും വിശാലമായി അങ്ങനെ വരുന്നു. അതൊക്കെ എന്താ? ഖൽബ് രണ്ടും ഒന്നായതുകൊണ്ടാണ്.
അതുകൊണ്ടാണ് ഞാൻ ആദ്യ രാത്രി തന്നെ പറഞ്ഞു. കാരണം കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നിൽക്കും, അത് ഉറപ്പിക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കുക. നോക്ക്, നിങ്ങൾ സ്വർഗത്തില് ഈ ഒരു സുഖം നഷ്ടപ്പെടുന്നില്ല എന്നാണ്. ഒരാളുടെ മുഖത്ത് നോക്കി ഇരിക്കുന്നതിനുള്ള സുഖം നഷ്ടപ്പെടുന്നില്ല. എന്നാൽ അത് നമുക്ക് ബോധ്യപ്പെടാനായിരിക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറ്റൊരു സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞപ്പോൾ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ അലാ സുറുരിൻ ഇഖ്വാനൻ അലാ സുറുരിൻ മുതഖാബിലീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് കാണാം. എന്തേ അങ്ങനെ പറയാൻ കാരണം? എത്ര തന്നെ നല്ല ആളുകളാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കുറച്ചൊക്കെ കുശുമ്പും കുറുമ്പും കുറച്ചടെ ബാക്കി ഉണ്ടാവും. അവ സ്വർഗത്ത് പോയിട്ട് നീ അളക്കൽ